നമ്മുടെ നാടൻ കരിയാപ്പല. നമ്മുടെ സ്വന്തം കരിയാപ്പലയുണ്ടപ്പോൾ പിന്നെ എന്തിനാ മേടിക്കുന്നു? ഈ പറഞ്ഞില്ലേ അവിയലിന് വിഷം വേണം. കിട്ടാവുന്ന കഷ്ണങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ? കൊച്ചിനെ കൊച്ചിന് ഇച്ചിരി അവിയൽ വേണമെന്ന് പറഞ്ഞു. അതിനെയാണ് ഓർത്താ സംഭവം ഇച്ചിരിയേ ഉള്ളൂ, പക്ഷേ പച്ചക്കറി ഭയങ്കര വിലയാണ്. അപ്പം നമുക്ക് ഒരല്പം അവിയൽ വെക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം മുറ എടുത്തുകൊണ്ട് മുറത്തിൻ്റെ അകത്തോട്ട് കുടഞ്ഞിടും. ഈ അവിയലിൻ്റെ സാധനം മേടിച്ച് തന്നില്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കില്ല കേട്ടോ. ഇപ്പം എല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഒരു കിറ്റ് ഉപയോഗിച്ചാണ്. അപ്പം അത്യാവശ്യം എൻ്റെ അകത്ത് കാണും ഉള്ള എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മൾ തന്നെ സ്വന്തം കരിയാപ്പല. വെള്ളരിക്ക, പടവലങ്ങ, പച്ച ഏത്തയ്ക്ക, ഒരു കഷ്ണം ചെറിയ ചേന, മുരിങ്ങയ്ക്ക, ഒരു ക്യാരറ്റ്, ഒരു വഴുതനങ്ങ, ഇത്തിരി അച്ചിങ്ങപ്പയർ, ഒരു തേങ്ങ. കോവയ്ക്ക എന്ത് ഇവിടെ ഉണ്ടോ? ഒരു 5-6 കോവയ്ക്ക. അപ്പോൾ ഒരു അവിയലിനുള്ള സാധനമാണ്. ഏതായാലും ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഒരു നല്ല അവിയലുണ്ടാക്കാം എന്ന് വിചാരിച്ച്. അത്യാവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് അവിയലുണ്ടാക്കുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളതൊന്നും കിടക്കുന്നു, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇച്ചിരി അവിയലുണ്ടാക്കുക എന്നുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെയ്യാം. ഓണത്തിന് പ്രധാനമായിട്ട് അവിയൽ വേണം. ഇതിപ്പോൾ ഓണസദ്യ അല്ലല്ലോ, നമ്മുടെ വീട്ടിൽ ഇച്ചിരി അവിയൽ. അതുപോലെ മോളിങ്ങനെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇച്ചിരി അവിയൽ കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റങ്ങളൊക്കെ വെച്ച് ഇതുകൊണ്ട് നല്ലൊരു അവിയൽ ചെയ്യാം എന്ന് വിചാരിച്ചു. ഷംലയുടെ വരുവാണെങ്കിൽ ഇത് ഒരുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തെറ്റി റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് സമയം എടുക്കും അല്ലേ? അപ്പം നമ്മൾ 2 പേരും കൂടെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെത്തിയെടുക്കാനും ഒരുക്കാനും ഒക്കെ എളുപ്പമാണ് അല്ലേ? ഇതിപ്പോൾ ഓരോ അവിയലിലുള്ള സാധനമേ കാണത്തുള്ളൂ. പിന്നെ വേറെ ആരുണ്ട്? ഇപ്പം ഒരവിയലിന് വേണ്ടി നമ്മളൊരു 10-250 രൂപയും കൊണ്ട് പോയാൽ ഈ പറഞ്ഞ സാധനം എല്ലാം കിട്ടണമെന്നില്ല. കാര്യം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഒരു പച്ചക്കറിയുടെ വില ഓണം ആകുമ്പോഴത്തേക്കും തീ പിടിച്ച വിലയാണ് പച്ചക്കറിക്കൊക്കെ. ഇപ്പം ഈ കല്യാണ സദ്യയൊക്കെ ഒരുക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്കി, ഇതുമാത്രം കാശുണ്ടാക്കില്ല. ഇത് മാത്രമോ? സ്വർണത്തിനോ? അപ്പം ശരി, പണിയായിരിക്കും ഇപ്രാവശ്യം എല്ലാവർക്കും. മുല്ലപ്പൂവിനും വില കൂടി. ഓണത്തിനൊക്കെ എല്ലാവരും അല്ലേ മുല്ലപ്പൂവൊക്കെ വെച്ചല്ലേ അമ്പലത്തിലൊക്കെ പോകുന്നതും എല്ലായിടത്തും കല്യാണത്തിനല്ല. നല്ല രസമല്ലേ? രസമൊക്കെ കാര്യം ശരിയാ, കാശൂടെ കരുതിക്കണം. വെള്ളരിക്കാടൊക്കെ കണ്ടില്ല, നടുഭാഗത്തെ കയ്പൻ എല്ലാം കൂടെ കളയാണ്. ഇപ്പോൾ തോരൻ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ 1-2 ഐറ്റം വേണം അല്ലേ? പക്ഷേ അവിയൽ അതല്ല. അവിയലിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, ശാസ്ത്രീയപരമായിട്ടൊക്കെ. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഈ അത്യാവശ്യത്തിനുള്ള സാധനമുണ്ട്, അതുകൊണ്ടൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ല പ്രിയപ്പെട്ടവർ വയ്ക്കും അത് ചേർക്കാൻ എന്നാൽ ഇത് ചേർക്കാൻ സ്വാഭാവികമാണ് കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഇത്തിരി പച്ചക്കറി മേടിച്ചപ്പോഴത്തേക്കും ഈ ഉള്ളത് കൊണ്ട് അവിയൽ വെക്കുക എന്നുള്ളൂ. ഒരു 2-3-4 കൂട്ടം സാധനം ഉണ്ടെങ്കിലും അവിയൽ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ അവിയലിനകത്ത് ഇത് അതെന്നാ ചേർക്കാൻ ഇതെന്നാ ചേർക്കാൻ അങ്ങനൊന്നും ആരും പറയല്ലേ കേട്ടോ. ദയവ് ചെയ്ത് ആരും പറയില്ല. കാര്യം ഉള്ള ഐറ്റങ്ങൾ കൊണ്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരു പച്ചക്കായ എടുക്കുന്നു. ചിലയിടത്ത് ഈ വഴുതനങ്ങ ചേർക്കത്തില്ല, അവിയലിന് ചേർക്കത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചേർക്കും. ഒരെണ്ണം കൊണ്ട് വെറുതെ ഇനി അതായിട്ട് മാറ്റി വെക്കണ്ടല്ലോ എന്ന് ഓർത്ത് അതും എടുക്കുക. അപ്പം നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ അതേട്ടെ, നമ്മൾ പച്ചക്കറിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ അവിയലിൻ്റെ രീതിക്കൊക്കെ അരിയുന്നത്, അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിയലുണ്ടാക്കാൻ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഏതായാലും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഈ ഉരുളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഇത്ര ഐറ്റമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിത് മൊത്തം എടുത്ത് ഉരുളിക്കകത്തോട്ടിടാം.
ചില ചേനയൊക്കെ ചിലപ്പോൾ വേകാൻ ഇച്ചിരി താമസം വരും അല്ലേ. അപ്പോൾ അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പാത്രത്തിൻ്റെ അകത്ത് വേവിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് വേണം ഇതെല്ലാം വേവിച്ചിട്ട് ചേന ഇട്ടാൽ മതി. നമ്മൾ ഇതിനകത്ത് ശർക്കരം പോലും വെള്ളം ചേർക്കുന്നില്ല. അതിന് പകരം നമുക്കൊരല്പം വെളിച്ചെണ്ണയാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുണ്ട് നല്ല കറി അവിയലെന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലപോലെ വെളിച്ചെണ്ണ വേണം. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അവിയലിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കണം. അതാണ് അവിയലിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം. അപ്പോൾ അടുപ്പ് കത്തിച്ച ശേഷം നമുക്ക് ഈ അവിയലിൻ്റെ കഷ്ണം അടുപ്പത്തിട്ട് വെക്കാം. ഇത്രയും കഷ്ണം ഉണ്ടല്ലോ, നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കേണ്ടതാണ്. ഇതിപ്പോൾ ഒരു 5-6 പച്ചമുളക് ഉണ്ട്, രണ്ടായിട്ടൊന്ന് കീറി വെച്ചിരിക്കുന്നത്. ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് കൊച്ചുള്ളിയാണ്. കുറച്ച് കൊച്ചുള്ളി, അതായത് ഒന്ന് ചതച്ച് വെച്ചാണ്. ഇതേപോലെ നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ചു വെക്കാം. അവിയൽ എന്ന് പറഞ്ഞാൽ ആവിയിൽ വേവുന്നവരായിട്ടാണ് അവിയൽ, അങ്ങനെയാണ് പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇത് കുറച്ച് സമയം അടുപ്പത്തിരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. തീ കൂട്ടി വെച്ച് കൊടുക്കല്ലേ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് ആവി ഒന്ന് കയറിയ ശേഷം വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കറിക്കകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ രണ്ടാം പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുണ്ട് അതേ പച്ചക്കറിക്കകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ ഇളക്കി വെക്കണം. കറിയ കഷ്ണമൊക്കെ ഒന്ന് വേണ്ടേ, ചെറിയ തീയിൽ തന്നെ വേണം അത് വേവിച്ചെടുക്കാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിക്കൊക്കെ പിടിക്കും. അതുകൊണ്ടാണ് ചെറിയ തീയിൽ അത് റെഡിയാക്കി എടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാതെ ഒരു തേങ്ങയുടെ പീരയാണിത്. അത്യാവശ്യം തേങ്ങാപ്പീര വേണം കേട്ടോ അവിയലിന്, എന്നാലാണ് അവിയലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 വെളുത്തുള്ളി അതുകൂടെ ഇട്ട് കൊടുക്കണം. ഈ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആയിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്നൊന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുക എന്നുള്ളത് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഒരുപാട് അറിഞ്ഞ പോലെ അവിയലിൻ്റെ രീതിയിൽ അതേ രീതിക്ക് വേണം അത് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ അത് തേങ്ങയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ അരഞ്ഞൊന്നും പോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി എന്തായാലും ശരി അവിയലിൻ്റെ കഷ്ണം മൊത്തം നോക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീ വെച്ചോണ്ടാണ്, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇതിനകത്ത് വേകാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചേനയാണ്. നമുക്ക് ആ ഒരു കഷ്ണം ചേന എടുത്ത് നോക്കാം. വെന്തിട്ടുണ്ട്. ഈ അവിയലിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് കുഴയല്ലേ കഷ്ണമൊക്കെ. ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. എന്നാൽ പച്ച കടിക്കുകയും ചെയ്യില്ല. ഞാൻ ആദ്യം കരിയാപ്പല ഇടാഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. ആദ്യം ഇട്ടാൽ കരിയാപ്പല ഞാൻ കാർത്തു. അതുകൊണ്ട് ഈ സമയത്താണ് ഞാൻ കരിയാപ്പലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള കരിയാപ്പല ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഈ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ കഷ്ണം എല്ലാം കൂടെ മുകളിലോട്ട് ഇട്ടിട്ട് അരപ്പൊക്കെ ചേർത്തല്ലേ, ആ അരപ്പിൻ്റെ ഒരു പച്ചച്ചവയൊന്നും മാറണം. ഒന്നുകൂടെ മൂടി വെച്ച് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു ആവിയോടെ ഒന്ന് കയറട്ടെ. ഇപ്പം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആവി കയറാൻ വേണ്ടി മൂടി വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ തുറന്നു വേണം. ഇപ്പം നല്ലപോലെ ആവി കയറിയ ശേഷം ഞാൻ അടുപ്പങ്ങ് നിർത്തുകയാണ്. അപ്പോൾ അടുപ്പ് നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേണേൽ പച്ചമാങ്ങ വേണേൽ ചേർക്കാം. പക്ഷേ ഞാൻ പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി തൈരാണ് ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂൺ അളവിൽ തൈര് ചേർക്കുകയാണ്.
ഒരുപാട് പുളിയൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം ചെറിയൊരു പുളിയോട് കൂടിയുള്ള തൈരാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി. നല്ല അടിപൊളി ഒരു മണമാണ് കേട്ടോ, ആ ചുമ്മാ പറഞ്ഞൊന്നുമില്ല, നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. കാര്യം ഇപ്പോൾ ക്യാമറ എടുത്തോണ്ടിരിക്കുന്ന എൻ്റെ മോനാണ്. എൻ്റെ മോൻ പറയാം നല്ല അടിപൊളി മണമെന്ന്. കേട്ടോ, നല്ല പോലെ ഒന്ന് ഇളക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് ഇത്. വലിയൊരു അത്ഭുതമായിട്ട് ആരും കരുതില്ല. കാര്യം എന്താണെന്നറിയോ, പലർക്കും അറിയാവുന്നൊരു ഐറ്റമാണ്. ഓരോരുത്തരും ഓരോ രീതിക്കാണ് ചെയ്യുന്നതെങ്കിലും എല്ലാവർക്കും നല്ലപോലെ അവിയൽ വെക്കാൻ അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. നമുക്ക് അടുപ്പത്തും താഴോട്ട് വെക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം വേണം അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ചൂടോടെ കഷ്ണത്തിൻ്റെ അകത്തോട്ട് ഒഴിക്കല്ലേ, തണുത്തതിന് ശേഷം അല്പം വട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ അവിയൽ ചെയ്തത്, ഞങ്ങൾ ഈ കല്യാണ പാർട്ടിക്കൊക്കെ സദ്യ ഉണ്ടാക്കാനും അതുപോലെ ബിരിയാണി പിടിക്കൊക്കെ പോകുന്ന ആളാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഈ ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാനത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ അവിയൽ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഓണ സമയമല്ലേ വരുന്നത്, പലർക്കും പല രീതിയിൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഓരോ ഫുഡും ഉണ്ടാക്കാൻ അറിയാം. അവിയലും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് അതിൻ്റെ ചേരുവകളും മറ്റു കാര്യങ്ങളും ഒക്കെ. ഈ രീതിക്ക് ഞാനത് പരിചയപ്പെടുത്തുന്നുള്ളൂ, നമ്മുടെ ആയിട്ടുള്ള രീതിക്ക്. തീർച്ചയായിട്ടും ഈ രീതി നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കും, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി അവിയലാണ്. ഓണത്തിന് അവിയൽ വെക്കാൻ ഇനി ഒരിടത്തും പോകണ്ട, ഇതെല്ലാം നോക്കി ചെയ്തു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.